Hi dear friends, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഹോട്ടൽ പാരഗൺ സ്റ്റൈലിലുള്ള വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ചിട്ട് അപ്പം, ഇടിയപ്പം അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ഒരു തവണ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സ്പെഷ്യൽ വെജ് സ്റ്റ്യൂ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. സ്റ്റ്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 ഏലക്ക നന്നായിട്ട് ക്രഷ് ചെയ്തത്, 3 കറാമ്പൂ, 3/4 ഇഞ്ച് നീളത്തിലുള്ള 2 കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. ഏലക്ക ചതച്ച് ചേർക്കാൻ മറക്കരുത്. ഇനി വളരെ ചെറിയ തീയിൽ ഒരു 10 സെക്കൻഡ് സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടി വെക്കരുത്, സ്പൈസസ് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ 4 പച്ചമുളക് ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ അല്ലിയാണെങ്കിൽ 2-3 എടുക്കുക. ഇതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ സവോള സ്ലൈസ് ചെയ്തത് ചേർക്കണം. ഞാനൊരു ചെറിയ സൈസ് സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 30 ഗ്രാം ഉണ്ട്. ഉള്ളി കൂടുതൽ ചേർക്കരുത്. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് സവോളൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെ വേവിക്കുക. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. സവോളൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്കിനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും, ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ 3/4 ഭാഗവും അതുപോലെ തന്നെ ഒരു ചെറിയ സൈസ് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മുൻപേ പറഞ്ഞ പോലെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. വലിയ കഷ്ണങ്ങളാണെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം ഒരു 10-12 മിനിറ്റ് സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് പൗഡറോ അതുപോലെ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്കോ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റ്യൂ തയ്യാറാക്കാൻ പറ്റും. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് 50 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ പൗഡർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇതാണ് നമ്മൾ മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ എടുത്തിട്ടുള്ള അതേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 100% റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും പെർഫെക്ഷനിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമില്ല. ഒരു തവണ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അസാധ്യ രുചിയാണ്. അതുപോലെ തന്നെ സ്റ്റ്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മിൽക്ക് പൗഡർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതില്ലാതെയും തയ്യാറാക്കാം. പൗഡറിന് പകരം തേങ്ങ പിഴിഞ്ഞ് പാലാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തേങ്ങയുടെ 1/4 പാൽ മാറ്റി വെക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് 1.5 കപ്പ് വെള്ളം ചേർത്തതിന് പകരം തേങ്ങയുടെ 2/2 പാലാണ് ചേർക്കേണ്ടത്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം വേവുന്നവരെ നന്നായിട്ട് വേവിക്കുക. വെള്ളമെല്ലാം ഏറെക്കുറെ വറ്റി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് സമയം ഇത് നന്നായിട്ട് തിളപ്പിക്കണം.
തേങ്ങ പിഴിഞ്ഞ പാലോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണോ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിക്കാവുന്ന വരെ വേവിക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരല്ലി കറിവേപ്പിലയും 1/4 കപ്പ് അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും സ്റ്റ്യൂവിന്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള പെർഫെക്റ്റ് വെജ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഈ റെസിപ്പി അതുപോലെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.